നമസ്കാരം. അവസാനം അത് സംഭവിച്ചല്ലോ. KSRTC ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ കുടുംബവും ഒക്കെ സഞ്ചരിച്ച കാറ് KSRTC ബസ്സിന് കുറുകെയിട്ട് ബസ് തടയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സീബ്ര ലൈനിൽ കാർ നിർത്തിയാണ് ബസ് തടഞ്ഞത് എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബസ് തടഞ്ഞിട്ടില്ല എന്ന് മേയർ ആവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായത്. കള്ളി പുറത്തായി മേയറെ എന്നുകൂടി പറയട്ടെ. അതിനിടെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ ഉണ്ടായ വാക്ക് തർക്കത്തിൽ ഡ്രൈവർക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു. ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. DTOയ്ക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകുവാൻ നിർദ്ദേശം നൽകുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമ്പോഴും തൻ്റെ വാഹനം ഉപയോഗിച്ച് ബസ് തടഞ്ഞിട്ടില്ല എന്ന് മേയർ പറയുന്നുണ്ടായിരുന്നു. പാളയം സാബല്യം കോംപ്ലക്സിന് മുന്നിലെ റെഡ് സിഗ്നലിലാണ് കാർ നിർത്തിയത് എന്നും ഇതിനുശേഷമാണ് കാറിൽ നിന്നിറങ്ങി ഡ്രൈവറോട് സംസാരിച്ചതെന്നുമാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന മേയറുടെ വാക്കുകൾ. അതേസമയം ബസ് തടയുന്നതിന് വേണ്ടി റോഡിന് കുറുകെ കാർ മുന്നിലിടുകയായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇതോടെ മേയർ പോലീസിന് നൽകിയ മൊഴിയും പൊളിയുകയാണ്. തൻ്റെ നിയന്ത്രണത്തിലുള്ള സ്മാർട്ട് സിറ്റി അധികൃതരോട് CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ഇതേ മേയർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മാധ്യമപ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളൂ എന്നായിരുന്നു മറുപടി നൽകിയത്. ഇപ്പോൾ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു. ആ ദൃശ്യം പുറത്തു വന്നതോടെ തൻ്റെ സർവീസ് മുടക്കിയെന്ന KSRTC ഡ്രൈവറായിട്ടുള്ള യദുവിൻ്റെ പരാതി നിലനിൽക്കുക തന്നെ ചെയ്യും. KSRTC നിയമം അനുസരിച്ച് ട്രിപ്പ് മുടക്കിയാൽ ആ മുടക്കുന്നതിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ കെട്ടിവെക്കേണ്ടതുണ്ട്. മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കം, ആ തർക്കമാണ് നടുറോഡിലെ വാക്കേറ്റത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. പാളയത്ത് ബസ് നിർത്തിയപ്പോൾ മേയർ സഞ്ചരിച്ചിരുന്ന കാറ് ബസ്സിന് കുറുകെ കൊണ്ട് നിർത്തുന്നു. സൈഡ് നൽകാത്തതിനെ മേയർ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നു. ഇത് വലിയ തർക്കമായി മാറുന്നു. മേയറിനൊപ്പം വന്ന് ഭർത്താവ് സച്ചിൻ ദേവ് MLA കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനിടെ ഓടുന്ന ബസ്സിലിരുന്നു കൊണ്ട് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് ഇതേ ഓടുന്ന കാറിലിരുന്നു കൊണ്ട് കണ്ടുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ മേയർ പിന്നീട് ഉയർത്തുകയാണ്. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് മേയർ കണ്ടോൺമെൻറ്റ് പോലീസിൽ കൊണ്ടൊരു പരാതി നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സംഭവം ഡ്രൈവറെ പോലീസ് വന്ന് ക്രിമിനലുകളെ കൊണ്ടുപോകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, തീവ്രവാദികളെ കൊണ്ടുപോകുമ്പോൾ. പിന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. എന്നാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ഡ്രൈവർ യദുവിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതിയിൽ സംഭവ ദിവസം കേസെടുക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് തയ്യാറാകാതിരുന്നത്? അതിനുത്തരം പറയൂ. എന്നാൽ സംഭവത്തെക്കുറിച്ച് KSRTCയുടെ വിജിലൻസ് വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അടക്കം അവർ ഒന്നടങ്കം ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നു, മോശമായ പെരുമാറ്റം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ടും കേസെടുക്കുന്നില്ല. എന്നാൽ മേയറും MLAയും പരിധി വിട്ടെന്നും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴികളും കൂടെ നോക്കേണ്ടതല്ലേ? മേയറെ പിന്തുണച്ചുകൊണ്ട് MV ഗോവിന്ദനൊക്കെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതേസമയം അർദ്ധരാത്രിയിൽ നിരവധി പേർ യാത്ര ചെയ്യുന്ന KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറോട് തട്ടിക്കയറിയ മേയറെയും CPMനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിപ്പോൾ പലരും എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായ P. ശ്യാംരാജും രംഗത്തെത്തി. അദ്ദേഹം പറയുന്ന പോലെ ഒരു നഗരത്തിൻ്റെ അധികാരം കിട്ടിയപ്പോൾ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ ഇന്ത്യ എന്നെങ്കിലും ഇടതുപക്ഷം ഭരിച്ചാൽ കിം ജോങ് ഉന്നിനേക്കാൾ വലിയ ഏകാധിപതികളാവും രാജ്യത്തുണ്ടാവുക, അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകാൻ പോകുന്നത് എന്നും ശ്യാംരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കേരളം CPMന് തീരെഴുതി കൊടുത്തതുപോലെയാണ് പലരുടെയും ധാരണ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം നിരവധി ആളുകളാണ് ഈ KSRTCയുമായി ബന്ധപ്പെട്ട്, നിരവധി ആളുകളാണ് അന്ന് KSRTC സഞ്ചരിക്കുന്നത്, നമുക്കറിയാമല്ലോ. അത്തരത്തിലൊരു വാഹനത്തിന് കുറുകെ കൊണ്ട് സ്വന്തം വാഹനമിടാനും ഡ്രൈവറെ ചീത്ത വിളിക്കുവാനും ഒക്കെ ഇവർക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നതെന്ന് പറയണ്ടേ? ഇവരാരാണ്? ഇവരേത് കോത്തായത്തിലെ തമ്പുരാട്ടിയാണ്? ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്യാംരാജ് അത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളടക്കം ഉന്നയിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം മേയർ കൈ ചൂണ്ടി നിൽക്കുന്നത് ആരുടെയെങ്കിലും അവകാശം സംരക്ഷിക്കുവാനോ അവകാശം നേടിയെടുക്കുവാനോ വേണ്ടിയല്ല. അവിടെ പണിയെടുക്കുന്ന ഒരു KSRTCയിലെ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് അത്തരത്തിൽ കൈ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത് മേയർ തമ്പുരാട്ടിയുടെയും ഭർത്താവ് MLA തമ്പുരാൻ്റെയും രഥത്തിന് സൈഡ് നൽകിയില്ല എന്നുള്ളതാണ് ഈ KSRTC ഡ്രൈവർക്കെതിരെയുള്ള ആരോപണമെന്ന് പറയപ്പെടുന്നത്. ആ ആരോപണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും
നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന KSRTC ബസ്സിന് പുറകെ സ്വന്തം വാഹനമിടവാനും ഡ്രൈവറെ ചീത്ത വിളിക്കുവാനും ഇവർക്ക് ആരാണ് അധികാരം നൽകിയതെന്ന് പറയണ്ടേ? ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തമ്പുരാട്ടിയും തമ്പുരാനും കൂടി തുനിഞ്ഞിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് പാവപ്പെട്ട KSRTCയിലെ ദിവസവേതന കൂലിക്കാരനായ യദുവിൻ്റെ തൊഴിലായിരുന്നു. അതില്ലാതാക്കുവാൻ ഈ സഖാവിനും സഖാത്തിക്കും കഴിഞ്ഞു എന്നതിനപ്പുറം ഈ തമ്പുരാനും തമ്പുരാട്ടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ. തമ്പുരാട്ടിയുടെ രഥത്തിന് സൈഡ് കൊടുക്കാത്തതാണ് KSRTCയിലെ ബസ് ഡ്രൈവർ കാണിച്ചതെങ്കിൽ കൂടിയും അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ തന്തയ്ക്ക് വിളിക്കുവാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തിരിച്ചതേ പദം അതേ ഡ്രൈവർ യദു എന്ന് പറയപ്പെടുന്ന ഡ്രൈവർ കൂടി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു വീട്ടിലിരിക്കുന്ന തന്തയെ അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യൻ്റെ വേദന എന്ന്.